2024 2025 നല്ല വർഷമാണെന്നണ്ണാ. പിന്നെ എല്ലാ വർഷവും ഓരോരുത്തരെ തള്ളല, ഇത് എല്ലാ വർഷവും ഉള്ളത്. ഞാൻ ഇന്നലെ പൗലി പോയപ്പോഴാണ്ണാ ആ കൈനോട്ടക്കാരൻ പറഞ്ഞണ്ണ 2024 നല്ലതാണ് 2025 എന്നാ. കൈനോട്ടക്കാരനെ കൂടി ഞാൻ അത് പറയാറ്റേ ഉള്ളൂ. നമുക്ക് ലോട്ടറി ഒക്കെ അടിക്കുമെന്നാ. അതെ അതെ, കൈനോട്ടക്കാരെ ഇങ്ങനെ പറഞ്ഞത്. 2025 നമുക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് തന്നെയാണോ പറഞ്ഞ സത്യമാണോ? ഇപ്പറല്ല, അതേ കുറിച്ചില്ല ഭാഗ്യം കൊണ്ടുവരണം. എന്തൊരു പറഞ്ഞാലും എന്നെ ഒരു കളിയാക്കുക എപ്പോഴും. ഞാനൊരു ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ട്. ബമ്പറണ്ണ, ബമ്പർ കോടികളാണ്. കൈനോട്ടക്കാരൻ പറഞ്ഞെണ്ണ എനിക്കൊന്ന് കിട്ടുമെന്ന് ബമ്പർ. സത്യമാണോ? കിട്ടും കിട്ടും. കിലുക്കത്തിലെ ഇന്നസെന്റ് കിടന്നതുപോലെ കിടക്കേണ്ടി വരും. വെട്ടിയിട്ട വാഴത്ര പോലെ നീ കിടക്കേണ്ടി വരും. നമുക്ക് ലോട്ടറി അടിച്ചത് വെക്കാം. ആ ശരി. നടക്കാത്ത സ്വപ്നം എനിക്ക് ചിന്തിക്കാനേ പറ്റണില്ല അണ്ണാ. അടിച്ചു തന്നെ നാളെ കാലത്ത്. ഹലോ, എന്തു പറ്റി? ഇല്ല അണ്ണാ, നമുക്ക് ലോട്ടറി അടിക്കുമ്പോഴേ വലിയൊരു ബംഗ്ലാവ് വാങ്ങിക്കണം സിറ്റിയില്. ആ, സിറ്റി തന്നെ വാങ്ങിക്കണം. എന്നാ പിന്നെ നമുക്ക് ഈ കനവൊക്കൊന്നും കൂടെ വാങ്ങിച്ചാലോ ലോട്ടറി അടിക്കുമ്പോ? പിന്നെ നമുക്ക് അടിച്ചു നിർത്തി പോകാൻ വേണ്ടിട്ടൊരു വലിയ ബെൻസ് കാറും കൂടെ കൊള്ളാം. അപ്പൊ പിന്നെ നമുക്ക് ആ എയർപോർട്ടും അവിടെ നിന്ന് 2 പ്ലെയിനും കൂടെ വാങ്ങിക്കാം അല്ലേ? ലോട്ടറി അടിക്കുമ്പോഴല്ലേ ഒരു 15 പശുവിനെയും കൂടെ നമുക്ക് വാങ്ങിച്ച് കെട്ടാണ. ഇവിടെ കൊണ്ടുപോകാൻ അമ്മയാന്നുള്ള വിളിയില്ല അണ്ണാ. അത് കേൾക്കാതെ എനിക്ക് ഉറക്കം വരൂല അണ്ണാ. അങ്ങോട്ട് നോക്കുന്നേ, കൊറേ പശുക്കളെയൊക്കെ കെട്ടിയേക്കുന്നല്ല. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പശുക്കൾ വാങ്ങുമ്പോഴേ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി മേയ്ക്കാണ. പുല്ലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇങ്ങനെ ഒരു പാറക്കാരക്കാരൻ ലോട്ടറി അടിച്ച് പശുവിനെ വാങ്ങിക്കണം. ഇതെല്ലാം നടക്കുമായിരിക്കും അല്ലേ? ഓരോരോ നടക്കാത്ത സ്വപ്നങ്ങൾ. 2024 വലിയ കുഴപ്പമില്ലാതെ പോയി. 2025 എന്തരാ. എന്തായാലും 2025 വരവേൽക്കാനേ കനകക്കുന്നേ സുന്ദരിയായി അല്ലേ? നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം.